വിവാദ പ്രസ്താവനയുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. മുസ്ലിം വിരോധത്തിന്റെ പേരിൽ നായർ ഈഴവ ഐക്യം ഉണ്ടാകരുത്. ഐക്യം സാധ്യമെങ്കിൽ ഇരു സമുദായങ്ങൾ തമ്മിൽ മിശ്ര വിവാഹത്തിന് തയ്യാറാകുമോ എന്നും നാസർ ഫൈസി കൂടത്തായി. പരസ്പരം വിവാഹം പോലും സമ്മതിക്കാത്തവർ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നും വിമർശനം. ഒരൊറ്റ കാര്യം പറയട്ടെ, ഐക്യം പറയുന്ന ആളുകൾ ആ ഐക്യത്തിന് വേണ്ടി ചെയ്യേണ്ട സാമാന്യം ഒരു ഫോർമുലയുണ്ട്. സ്വന്തം ഈഴവജാതിക്കാരനാണ് വെള്ളാപ്പള്ളിയെങ്കിൽ തങ്ങൾക്കില്ലെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് പറയട്ടെ, താങ്കളുടെ ഒരു മകൻ താങ്കൾ സൗഹൃദത്തോടുകൂടി പറയുന്ന NSS, ഞങ്ങൾക്കെതിരില്ല, NSS ആവാം. NSSന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് മാതൃക സ്ഥാപിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ്. ഐക്യം അവിടെ നിന്നുണ്ടാവട്ടെ, സൗഹൃദമുണ്ടാവട്ടെ. കെട്ടിച്ചു കൊടുക്കാൻ പോലും, കുടുംബബന്ധം ചേർക്കാൻ പോലും ഐക്യം പ്രകാരം മാറ്റിനിർത്തപ്പെടുന്നവർ മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഐക്യപ്പെടുന്നത് ശരിയല്ല. എല്ലാവരും ഐക്യപ്പെടണം. ജാതി പറയരുത്, ജാതി ചിന്തിക്കരുത്, എന്നൊരുമിച്ച് കൊണ്ടു നിൽക്കണമെന്ന് പറയുന്നവരാണ്. VS രഞ്ജിത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, NSS SNDP ഐക്യത്തിനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുകയാണ്. അതിന്റെ ചർച്ചകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. ഇതിപ്പോൾ ഒരു വിവാദ പ്രസ്താവന ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഈ ഐക്യം ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ? ശ്രുതി, NSS SNDP ഐക്യത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെയൊക്കെയാണ് നാസർ ഫൈസി കൂടത്തായി സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ പറയാൻ സാധിക്കും. പക്ഷേ അങ്ങനെ സതുദ്ദേശപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രസംഗമാണെങ്കിൽ കൂടി വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്തിയതോടുകൂടി ആ പ്രസംഗം അതിൻ്റെ അതിര് വിട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും അവരുടെ മക്കളെയും അവരുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് വളരെ വ്യക്തിപരമായ വിഷയങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം സ്വാഭാവികമായിട്ടും അത് പ്രകോപനപരമാണ് എന്ന് പറയാതെ വയ്യ. അത് ഒരു സമുദായത്തെ മാത്രമല്ല, സമുദായത്തിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിൽ കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതൊരു മറ്റൊരു മതത്തിൻ്റെ വേദിയിൽ വെച്ച് വേറൊരു ഇതര മതസമുദായത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ധ്രുവീകരണ സാധ്യതയുള്ള ഒരു പ്രസംഗം കൂടിയാണ്. കാരണം പാണക്കാട് വെച്ച് നടന്ന പൈതൃക സമ്മേളനം, സമസ്തയിലെ ഒരു വിഭാഗം നടത്തിയ പൈതൃക സമ്മേളനമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയാണ്. ആ പരിപാടിയിൽ വെച്ചാണ് സമസ്തയുടെ ഒരു യുവജന നേതാവ് നായർ ഈഴവ ഐക്യം മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഉണ്ടാകരുത് എന്നും നായർ ഈഴവ ഐക്യം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മക്കളുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു കൊടുക്കുമോ പരസ്പരം എന്ന് പറഞ്ഞാൽ പരസ്പരം മിശ്ര വിവാഹത്തിന് പോലും തയ്യാറാവാത്ത രണ്ട് സമുദായങ്ങൾ ഐക്യപ്പെടണം എന്ന് ആവശ്യപ്പെടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ മിശ്ര വിവാഹം നടക്കുന്നുണ്ടോ, രണ്ട് സമുദായങ്ങൾ തമ്മിൽ മാനസിക ഐക്യമുണ്ടോ എന്നൊക്കെ നാസർ ഫൈസി കൂടത്തായി ഏതർത്ഥത്തിൽ വിമർശിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പ്രസംഗം വളരെ പ്രകോപനപരമാണ് എന്ന് പറയാതെ വയ്യ. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.